നിസ്കാരം ഒരു അഭ്യാസമാണ്, സദഖ കൊടുക്കൽ ഒരു കലയാണ്, വയല് പറയൽ ഒരു കലയാണ്, ഒക്കെ കലയാണ്, ആത്മീയതല്ല. മറ്റുള്ളവരെ ആകർഷിപ്പിക്കണം, പണം കിട്ടണം, സമ്പാദ്യമുണ്ടാക്കണം, നേതാവാവണം, സ്ഥാനമുണ്ടാക്കണം എന്നുള്ള ഭൗതിക ചിന്തകളല്ലാത്ത, ആത്മീയതയില്ലാത്ത വെറും പുറംപൂച്ചുകൾ, വെറും നാടകങ്ങൾ, വെറും കലകൾ, ആ രൂപത്തിലേക്ക് സർവം മതപ്പതിക്കുന്ന കാലം നിങ്ങൾ ആലോചിക്കണം. അതിനേറ്റവും പ്രധാനപ്പെട്ട മനസ്സിന്റെ ഒരു അയ്ബ് ഏതാണെന്നറിയാമോ? ഹസദാകുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസൂയ. എന്താ അസൂയ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയും അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. കഷണ്ടിക്കും മരുന്നുണ്ടോ അല്ലേന്ന് അറിഞ്ഞൂടാ, അസൂയക്കുണ്ട്. അസൂയന്റെ മരുന്ന് ഇപ്പൊ ഞാൻ പറയും. ഒരു 10-25 മിനിറ്റ് അള്ളാന്റെ റസൂലിന്റെ ഹദീസ്, മഹാന്മാരുടെ വാക്യങ്ങൾ, അത് കേട്ടാൽ അസൂയന്റെ മരുന്നായി. അതിലപ്പുറം മരുന്ന് തരാല്ല. ശരിക്കൊരു 25 മിനിറ്റ് ശ്രദ്ധിച്ചോളൂ. അസൂയയുടെ മരുന്ന് ആരുടെ കൽപ്പിലാണ് അത് ഇല്ലാത്തത്? ആരെ മനസ്സിലായില്ലാത്തത്? നല്ലപോലെ ശ്രദ്ധിക്കണം. ആരെ മനസ്സിലാ അസൂയ ഇല്ലാത്തത്? എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും ഒരു നിയമത്ത് ചെയ്തു കൊടുത്താൽ നമുക്കൊരു വല്ലാത്ത വിഷമം. അത് എനിക്ക് കിട്ടേണ്ടതല്ലേ, അതെങ്ങനെ ഓനായിപ്പോയത്? ഒരാളൊരു നല്ല വണ്ടി വാങ്ങി, ഒരു 10 ലക്ഷത്തിന്റെ 12 ലക്ഷത്തിന്റെ കാറ് വാങ്ങി, പുറത്തുള്ളവനെ സങ്കടം. ഓനൊക്കെ നമ്മളെ പശുവിനെ നോക്കി നടന്നീനി ആളാ. ഓൻ്റെ അമ്മ നമ്മളെ വീട്ടിൽ പണിക്കൊന്നീനി ആളപ്പോ 10 ലക്ഷത്തിന്റെ കാറോ? അത് ഓനല്ലല്ലോ, എനിക്കല്ലേ വേണ്ട അല്ലേ? അത് ഓന് കിട്ടേണ്ടതല്ലല്ലോ, അത് എനിക്കല്ലേ വേണ്ട. ഇനി യോഗ്യൻ ഞാനല്ലേ, അർഹൻ ഞാനല്ലേ? അതുപോലെ ഒരാളൊരു നല്ല വീടുണ്ടാക്കിയാൽ, എന്തിനേറെ ഒരു കുട്ടിനെ നല്ല നിലക്ക് കെട്ടിച്ചയച്ചാൽ അവിടെ പോലും അസൂയ. അത് മുടക്കാനുള്ള ശ്രമം ഇതില്ലാത്തവരാണ് കുറെ. ഓരോരുത്തർക്കനുസരിച്ച് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസൂയ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ, മനസ്സിന്റെ മാരകമായ രോഗമാണ്. അതുണ്ടെങ്കിൽ ഓട്ടയുള്ള ബക്കറ്റിൽ വെള്ളം മുക്കുന്നത് പോലെ ഒന്നും ബാക്കിയുണ്ടാവില്ല, ഒന്നുമുണ്ടാവില്ല, ബാക്കിയുണ്ടാവില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണത്. നോക്കൂ നിങ്ങൾ, ആകാശലോകത്ത് വെച്ച് നടന്ന ആദ്യ പാപം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അസൂയ. ആകാശലോകത്തല്ലെങ്കിൽ സ്വർഗലോകത്തിൽ നടന്ന ആദ്യത്തെ സംഭവം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ മണ്ണ് കൊണ്ട് പടച്ചു, ഇബ്ലീസിനെ തീ കൊണ്ട് പടച്ചു. പക്ഷെ ആദമിനെ അല്ലാഹു തആല ഇൽമു കൊണ്ട് ആദരിച്ചു. ഇൽമു കൊണ്ട് ആദരിച്ച ആദമിനെ സുജൂദ് ചെയ്യണേ മലക്കുകളോട് കൽപ്പിച്ചു. എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ് ഒഴികെ. അല്ലാഹു ചോദിച്ചു, എല്ലാവരും സുജൂദിലേക്ക് പോയപ്പോ നീ എന്താ അങ്ങനെ നേരെ നിൽക്കുന്നത്? ഇബ്ലീസ് പറഞ്ഞു, ഖലഖതഹു മിൻ ത്വീരിൻ വ ഖലഖതനി മിൻ നാർ. പടച്ചവനെ, നിനക്ക് എത്ര സുജൂദ് വേണമെങ്കിലും ഞാൻ ചെയ്യാം റബ്ബേ, ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ മണ്ണ് കൊണ്ട് പടച്ച ആദമിനെ സുജൂദ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അവന് നീ മണ്ണ് കൊണ്ടാണ് പടച്ചത്, എന്നെ പടച്ചത് തീ കൊണ്ടാണ്. ആദമ്, ഇന്ന് വന്ന ആദമ്, ഇന്ന് പടക്കപ്പെട്ട ആദമിനെ ഇൽമു കൊണ്ട് ആദരിച്ച് മലായിക്കത്ത് മുഴുവനും സുജൂദ് ചെയ്യുമ്പോൾ നേരത്തെ സീനിയോറിറ്റി ഉള്ള ഇബ്ലീസിന് അസൂയ വന്നു. നമ്മളെ എന്നോണ്ടല്ല, ഇവിടെ മലായിക്കത്തിന് ക്ലാസ് എടുത്ത് നടക്കുന്ന ആളായിരുന്നു ഇബ്ലീസ്. ചില്ലറക്കാരനല്ല കേട്ടോ. എന്താ കാരണം? ഭയങ്കര ഇൽമുള്ള ആളാണ്, ഭയങ്കര പാണ്ഡിത്യം. ഇബ്ലീസിനെ പോലെ പാണ്ഡിത്യമുള്ള ആരും ലോകത്തുണ്ടായിട്ടില്ല. പടച്ചവനെ പേടിയില്ലാത്ത ഇൽമിനിക്ക് ശറഫുണ്ടാവുകയാണെങ്കിൽ, സ്ഥാനമുണ്ടാവുകയാണെങ്കിൽ, ലകാന അശ്റഫ ഖൽഖില്ലാഹി ഇബ്ലീസു, അശ്റഫുൽ ഖൽഖി ഇബ്ലീസ് എന്ന് പറയേണ്ടി വരുമായിരുന്നു. സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ, ഏറ്റവും അത്യുന്നതൻ ഇബ്ലീസ് എന്ന് പറയേണ്ടി വരുമായിരുന്നു. അത്ര ഇൽമുള്ള ആളാണ്, പാണ്ഡിത്യമുള്ള ആളാണ്, ഭയങ്കര ജിന്നാണ് ആള്. കാനമിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബിഹി, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞിട്ടുണ്ട്. കാന ഇബ്ലീസ് ആയിരുന്നു മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ആളാണ്, സാധനം ജിന്നാണ്. പക്ഷെ ജിന്നുകളെ കൂടെ അല്ല താമസാറെ കൂടെയാണ്, മലായിക്കത്തിന്റെ കൂടെ അല്ലെ? അതല്ലേ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്തേ ഇബ്ലീസേ നീ ചെയ്യാതിരുന്നത്? ജിന്നാണ് ആളെങ്കിലും മലക്കുകളെ കൂടെ സഹവാസം. എന്തേ മലക്കുകളെ കൂടെ ആയത്? ഇൽമൻ, ഭയങ്കര. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും ഇൽമുണ്ടെങ്കിൽ അയാൾക്ക് തറച്ചുണ്ടാവും. ഇബ്ലീസിന്റെ പാണ്ഡിത്യം കൊണ്ട് നീ ജിന്നുകളെ കൂട്ടത്തിൽ വയന്ന് നടക്കേണ്ട ആളല്ല, മലക്കുകളെ കൂട്ടത്തിൽ പോയിക്കോ. പിന്നെ മറ്റൊന്ന്, ഇബാദത്ത് നെറ്റി വെക്കാത്ത, ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തൊരു മണ്ണ് അല്ലാഹു പടച്ചിട്ടില്ല. അത്ര
അത്ര സുജൂദ് ചെയ്യും. അള്ളാഹ്ക്ക് ഏതൊരു സ്ഥലത്ത് വന്നാലും ആദ്യം സുജൂദ് ചെയ്തിട്ടേ പിന്നെ ഇബ്ലീസിന് വേറെ പരിപാടിയുള്ളൂ. ഇങ്ങനെ ഒരുപാട് സുജൂദ് ചെയ്ത ആളാണ്, ഭയങ്കര പാണ്ഡിത്യമുള്ള ആളാണ് ഇബ്ലീസ്. മലക്കുകളുടെ കൂട്ടത്തിലായി സഹവാസം. അപ്പോഴാണ് അല്ലാഹു തആല ആദമിനെ മണ്ണ് കൊണ്ട് പടച്ച് ഇൽമാണ് കൊടുത്തത്. സെക്കൻഡ് കൊണ്ട് കൊടുക്കുന്ന കണക്ഷൻ, സെക്കൻഡ് കൊണ്ട് കണക്ഷനാണ് കൊടുത്തപ്പോൾ ആദം നബി എല്ലാം പഠിച്ചു, എല്ലാം പറഞ്ഞു. ഖുർആന്റെ കഥയാണ്. ആദം നബി അലൈഹി സ്വലാം പെട്ടെന്ന് വലിയ ആലിമായി. മലായിക്കത്തിന് അറിയാത്തത് പോലും ആദമിന് അറിയാം. അപ്പൊ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഗുരുനാഥനെ ആദരിക്കണം, അത് ദീനാണ്. എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് മാത്രം ചെയ്തില്ല. മൂപ്പര് പറഞ്ഞു, നമ്മൾ എന്ന് തുടങ്ങിയതാ ക്ലാസ് എടുക്കൽ, ഞാൻ നെറ്റിവെക്കാത്തൊരു സ്ഥലമുണ്ട്. ആദം നബി ഇപ്പോൾ വരുന്നുള്ളൂ, ഭൂമിക്ക് ഇറങ്ങിയിട്ടെന്നില്ല. ഭൂമിയിൽ ഞാൻ നെറ്റിവെക്കാത്ത സ്ഥലമില്ല. ആദം നബി ഇപ്പൊ ഉണ്ടായിട്ടേ ഉള്ളൂ, എന്നെ പോലെ സുജൂദ് ചെയ്തിട്ടില്ല. നേരത്തെ സീനിയോറിറ്റി ഉള്ള എന്നെക്കാൾ ഒരു പുതിയ ആള് വലിയ ദർജയിലെത്താന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവും ഉദ്യോഗമണ്ഡലത്തിൽ. നിങ്ങൾ നേരത്തെ സർവീസിലുണ്ട്, ഇപ്പൊ വന്നൊരു പുതിയ ആള് നിങ്ങളെ മേലെ വരുമ്പോ കുഴപ്പാവും. അതുപോലെ ഇബ്ലീസിന് അസൂയ വന്നു. അപ്പൊ ലോകത്ത് ആദ്യമുണ്ടായ തെറ്റേതാണ്? ലോകത്ത് ആദ്യം സംഭവിച്ച മഹാപാപം അസൂയ. അത് പിന്നെ നമ്മളെ കൽവ് പറ്റുമോ? ആണ് ആലോചിച്ച്. അത്ര വലിയൊരു തെറ്റാണ് അസൂയെങ്കിൽ ലോകത്തൊരു വലിയ അപകടം സംഭവിച്ച, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ് ഈ അസൂയ. അത് അസൂയയാണെങ്കിൽ നിക്കരിക്കണ മനുഷ്യന്റെ കൽവിൽ എങ്ങനെ എത്തിരി പറ്റുമോ? അത് ആലോചിച്ചു. അത് മാത്രം ആലോചിച്ചാൽ മതി. ഒരു മരുന്നാണ്, അതൊന്ന് ചിന്തിച്ചാൽ മതി. പടച്ചോനെ, ലോകത്തുണ്ടായ ആദ്യത്തെ ഒരു വലിയ പാപം, ആകാശത്തോ ലോകത്ത് നടന്ന ആദ്യ പാപം അസൂയയാണ്. അതുകൊണ്ട് 5 നേരം നിസ്കരിച്ച് സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ കൽവിലാണ്. ആർക്കല്ല എന്ത് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കിട്ടേണ്ടത് അല്ല വേറെ കൊടുക്കൂല. കാരണം അള്ളാഹു നീതിമാനാണ്, അള്ളാഹു നീതിമാനാണ്, അള്ളാഹു അദിലാണ്, നീതിയാണ്. അനീതി പടച്ച റബ്ബ് ചെയ്യില്ല, അള്ളാഹു അനീതി കാണിക്കൂല. നിങ്ങൾക്ക് തരാനുള്ളത് പടച്ചോ നിങ്ങൾക്ക് തന്നെ തരും, നിങ്ങളത് വേറെ അല്ല കൊടുക്കൂല. വേറെ ആളുകൾക്ക് അല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവനിക്ക് 4-ാം മാസത്തിൽ അല്ല കണക്കാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം മാസത്തിൽ ഒരാൾക്ക് കണക്കാക്കിയത് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് അല്ല കൊടുക്കണേന് നമ്മക്കെന്താ? അത് നമ്മള് ക്ഷീണിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ആലോചിക്കുക. അസൂയന്റെ കടുപ്പം ചെറുതല്ലോ. ആരതാ അല്ല കൊടുക്കണത്? അള്ളാന്റെ ഖജനാവ്. ആർക്ക്? അള്ളാന്റെ അടിമക്ക്. ആരുടെ തീരുമാനം? അള്ളാന്റെ തീരുമാനം. നമുക്കെന്താ? ആലോചിച്ച് നോക്കൂ, നമുക്കെന്താ സംഭവിക്കാനുള്ളത്? അതുകൊണ്ട് ആർക്കെന്ത് കൊടുത്താലും നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. ആർക്ക് എത്ര വലിയ കാറുണ്ടായാലും വീടുണ്ടായാലും സമ്പത്തുണ്ടായാലും അതിലൊന്നും ലെവലേശം അസൂയ ഉണ്ടായിക്കൂടാ. നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ദീനു അന്നസീഹത്തു. ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്, മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. അസൂയയുടെ നേരെ വിപരീതമാണ് നസീഹത്ത്. നസീഹത്തിന്റെ വിപരീതമാണ് അസൂയ. അസൂയ കാരണം മറ്റുള്ളവർക്ക് ഒരു നിയമത്തുണ്ടാവുമ്പോൾ കണ്ണുകടി ഉണ്ടാവുക എന്ന് പറയും. സംഗതി നസീഹത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹൈറ് വരട്ടെ എന്ന് ആഗ്രഹിക്കുക, നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. അവന്റെ മകളെ നേരത്തെ തന്നെ നല്ല മട്ടത്തിൽ കെട്ടിച്ചയച്ചു, പുതിയാപ്പിള നല്ല പുതിയ, മറ്റുള്ള മക്കൾക്ക് അല്ലാഹു തആല അങ്ങനെ ഹൈറായ പുതിയാപ്പിളാരെ കൊടുക്കട്ടെ എന്നാഗ്രഹിക്കുക. അതാണ്. ഒരാളൊരു നല്ല വാഹനം വാങ്ങി അതിനേക്കാൾ നല്ല വാഹനം അല്ലാഹു കൊടുക്കട്ടെ, ആഖിറത്തിലും പടച്ചോൻ കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്ത് നമ്മളെ മനസ്സ് നന്നാക്കി എപ്പോഴും. അല്ലാതെ അള്ളാഹുവിന്റെ ഖജനാവെന്ന് അള്ളാന്റെ അടിമക്ക് അല്ല കൊടുക്കണേന് നമ്മൾ കയ്യും കാലും കുഴയരുത്, നമ്മൾ തളരരുത്, നമ്മൾ ദുഃഖിക്കരുത്. അസൂയ മാരകമാണ്. ആകാശലോകത്ത് ആദ്യം നടന്ന പാപം കഴിഞ്ഞില്ല. ഭൂമിയിൽ ആദ്യം നടന്ന തെറ്റേതാണ്? ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നതോടുകൂടിയാണ് ഭൂമിയിൽ ജനവാസം ഉണ്ടാകുന്നത്. ഭൂമിയിൽ ആദ്യമായി നടക്കുന്ന പാപം ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തിയതാണ്. എന്താ കാരണം? ഖാബീൽ ഹാബീലിനെ കൊലപ്പെടുത്താൻ പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ബഹുമാനപ്പെട്ട ഖാബീലും ഹാബീലും അള്ളാഹുവിനിക്ക് വേണ്ടി ഖുർബാൻ നടത്തിയിരുന്നു. ഖുർബാൻ നടത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഖുർബാൻ, ഖാബീൽ ഒരു ഒട്ടകത്തെ അല്ലെങ്കിൽ ഒരു ആടിനെ ഒരു മലയിൽ കൊണ്ടുപോയി വെച്ചു, അള്ളാഹ്ക്ക് വേണ്ടി ഖുർബാൻ ബലി നടത്തി. ഹാബീൽ അതുപോലെ അദ്ദേഹം കർഷകനാണ്, അതുകൊണ്ട് ഒരു കൃഷി ഗോതമ്പത്തിന്റെ കെട്ടും കൊണ്ടുവച്ചു. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആദം നബിയുടെ 2 മക്കളെ കാര്യം ജനങ്ങൾക്ക് ഓതി കൊടുക്കണം നബിയെ. ഇത് ഖറബാ ഖുർബാനൻ, അവർ ഖുർബാൻ നടത്തിയപ്പോൾ എന്ത് ചെയ്തു? 2-ൽ ഒരാളുടേത് അല്ലാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖിരി, അവരൻ്റെത് സ്വീകരിച്ചില്ല. ഹാബീൽ നടത്തിയ കൃഷി, അദ്ദേഹത്തിന്റെ ഗോതമ്പ് ആകാശ ലോകത്ത് നിന്ന് തീ വന്നുകൊണ്ട് കരിച്ചു കൊണ്ടുപോയി, അത് സ്വീകരിച്ച ലക്ഷണമാണ്. മറ്റോന്റെ ആട്